നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ലാലേട്ടൻ അഥവാ മോഹൻലാൽ ദശാബ്ദങ്ങളായി മലയാളികൾക്ക് വികാരമാണ്. 45 വർഷത്തെ സിനിമാ ജീവിതത്തിൽ മോഹൻലാൽ എന്ന നടൻ പകർന്നാടാത്ത വേഷങ്ങളില്ല. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ തന്റെ സാന്നിധ്യം അറിയിച്ച മോഹൻലാൽ ബറോസ് എന്ന ചിത്രത്തിലൂടെ സംവിധായക കുപ്പായവും അണിഞ്ഞു. ഇപ്പോൾ 3.5 പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു നടൻ മോഹൻലാലിന്റെയും ഭാര്യ സുചിത്രയുടെയും ദാമ്പത്യ ജീവിതം പോലും. മക്കളായ പ്രണവും വിസ്മയയും കൂടി ചേരുന്നതാണ് മോഹൻലാലിന്റെ കൊച്ചുകുടുംബം. പ്രണവ് മോഹൻലാൽ അച്ഛന്റെ വഴിയെ സിനിമയിലേക്ക് എത്തിയപ്പോൾ വിസ്മയ എഴുത്തിന്റെ ലോകം തിരഞ്ഞെടുത്തു. രണ്ടുപേരും കൂടുതൽ വിദേശത്താണ് താമസം. ഒരാൾ പഠനവുമായും മറ്റൊരാൾ യാത്രകളുമായും. അതുകൊണ്ട് തന്നെ ഭാര്യയെ ചെന്നൈയിലെ വീട്ടിൽ ഒറ്റയ്ക്കാക്കാതെ സാധിക്കുന്ന യാത്രകളിലെല്ലാം ഒപ്പം കൂട്ടാൻ ശ്രദ്ധിക്കാറുണ്ട് മോഹൻലാൽ. സോഷ്യൽ മീഡിയ സജീവമായ ശേഷമാണ് സുചിത്രയും അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. അതിനു മുമ്പ് ലാലേട്ടൻ അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമാണ് സുചിത്രയുടെ വിശേഷങ്ങൾ ആരാധകർ അറിഞ്ഞിരുന്നത്. അടുത്തിടെ സുചിത്രയുടെ ചില അഭിമുഖങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് ആരാധകർക്ക് താരപത്നിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വന്നത്. താരപത്നിയും സിനിമാ കുടുംബത്തിലെ അംഗവുമായിട്ടും അങ്ങേയറ്റം എളിമ നിറഞ്ഞ സംസാരവും പെരുമാറ്റവുമാണ് സുചിത്രയ്ക്കുള്ളത്. അഭിമുഖം കണ്ട ശേഷം ഭൂരിഭാഗം പേരും സുചിത്രയുടെ എളിമയും വിനയവുമാണ് മകൻ പ്രണവിന് ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി എന്നാണ് കുറിച്ചത്. 1988 മോഹൻലാലിന്റെയും സുചിത്രയുടെയും വിവാഹം. പ്രണയ വിവാഹമെന്ന് പൂർണ്ണമായും വിളിക്കാൻ സാധ്യമല്ലെങ്കിലും ഒരു ഇഷ്ടത്തിൽ നിന്നുള്ള തുടക്കമാണ് വിവാഹത്തിലേക്ക് എത്തിയത്. വിവാഹം വരെ ആ ബന്ധമെത്താൻ നിമിത്തമായത് ചലച്ചിത്ര നിർമ്മാതാവ് PV ഗംഗാധരനും. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ മോഹൻലാൽ സിനിമകൾ മിസ്സാക്കാതെ കാണുന്നയാളായിരുന്നു സുചിത്ര. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ വില്ലൻ വേഷം കണ്ടപ്പോൾ ലാലിനോട് ദേഷ്യം തോന്നിയെന്നും എന്റെ മാമ്മട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിലെ വേഷത്തോടെ വെറുപ്പ് ഇഷ്ടമായി മാറുകയായിരുന്നുവെന്നും സുചിത്ര തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രണയം മുട്ടിട്ടതും ഇവിടെ നിന്നുമാണ്. സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ തനിക്ക് മോഹൻലാലിനോട് ആരാധനയുണ്ടായിരുന്നെന്നും ട്യൂഷൻ ക്ലാസ്സിൽ പോലും ടീച്ചറുമായി മോഹൻലാലിനെ കുറിച്ച് അന്വേഷിക്കുമായിരുന്നെന്നും സുചിത്ര പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മോഹൻലാലിന് നിരന്തരമായി പേര് വെളിപ്പെടുത്താതെ സുചിത്ര കാർഡുകളും അയക്കുമായിരുന്നു. ദിവസവും 5 കാർഡുകൾ വീതം അയച്ച സമയവും ഉണ്ടായിരുന്നെന്നും താരപത്നി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിനും സുചി കഴിഞ്ഞിട്ടേ മറ്റാരുമുള്ളൂ. അതുകൊണ്ട് തന്നെ ഭാര്യയുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തിരക്കിനിടയിലും നടൻ ശ്രദ്ധിക്കാറുണ്ട്. മൈ വൈഫ് ഈസ് മൈ ലൈഫ് എന്നാണ് മോഹൻലാൽ ഭാര്യയെക്കുറിച്ച് പറയാറുള്ളത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയുടെ റിലീസിന് മുന്നോടിയായി ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ ഭാര്യയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞാനും എൻ്റെ ഭാര്യയും വല്ലപ്പോഴും കാണുന്ന ആളുകളാണ്. എന്നിരുന്നാൽ തന്നെയും കാണുമ്പോഴുള്ള ആ പെപ്പപ്പ് എപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മൾ ഒരാളെ എങ്ങനെ ബഹുമാനിക്കുന്നോ സ്നേഹിക്കുന്നോ അതുപോലെ അവർ തിരിച്ചു ചെയ്യണം എന്നാണ്. ഞങ്ങൾ തമ്മിൽ എല്ലാം സുന്ദര മനോഹര നിമിഷങ്ങളാണ്. നിമിഷമെന്ന് പറയാനാകില്ല, നമ്മളത് എങ്ങനെ പെർസീവ് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. ഞാൻ വളരെ സന്തോഷത്തോടെ കുട്ടികളും കുടുംബവും ഒക്കെയായി ജീവിക്കുന്ന ആളാണ്. ഉറപ്പായും ആ ക്യാമ്പയിനിൽ എന്നെപ്പോലെ ഞാനും പറയും എൻ്റെ ജീവിതം എൻ്റെ ഭാര്യയാണെന്ന് എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ഉലഹന്നാൻ പറയും പോലെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ റീടേക്കുകളാകാം, നടൻ കൂട്ടിച്ചേർത്തു. പിണക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഞാൻ പിണക്കങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങി കൊടുക്കുന്ന ആളാണ്. വഴക്കിനെ വലുതാക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ആളല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയല്ലെന്ന് പറയുമ്പോഴല്ലേ ദേഷ്യവും വഴക്കുമുണ്ടാവുക. അത്തരം അവസരം ഞാനായി ഉണ്ടാക്കാറില്ലെന്നും മുമ്പൊരിക്കൽ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കവേ നടൻ പറഞ്ഞു. ഈ അടുത്ത കാലത്ത് മക്കളെക്കുറിച്ചും നടൻ തുറന്നു പറഞ്ഞിരുന്നു. മകൾ പുറത്താണ് പഠിക്കുന്നത്. അവൾക്ക് സ്പോർട്സിലാണ് കൂടുതൽ കമ്പം. മോയ്തായ് എന്ന മാർഷൽ ആർട്ട് തായ്ലൻഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മകൻ വളരെ ചുരുക്കം ചില സിനിമകളിൽ അഭിനയിച്ച ആളാണ്. ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. ആള് കുറെ ട്രാവൽ ചെയ്യുന്ന ആളാണ്. മ്യൂസിക്കിൽ ഇഷ്ടമാണ്. എഴുതാനും ആൾക്ക് താല്പര്യമുണ്ട്. മദ്രാസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. എറണാകുളത്തും ഇടയ്ക്ക് വന്ന് നിൽക്കും. പിന്നെ ദുബായിലും പോയി താമസിക്കാൻ ഇഷ്ടമുള്ള സ്ഥലമാണ്. സിനിമ അഭിനയം എന്നതിൽ ഉപരി മക്കൾക്ക് എപ്പോഴും ആർട്സിലാണ് കൂടുതൽ താല്പര്യമെന്നും മോഹൻലാൽ പറഞ്ഞു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.